നമസ്കാരം. 101 യാത്രകളിലേക്ക് സ്വാഗതം. വിജ്ഞാനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും സമ്പന്ന രൂപമായ ദുബായിലെ ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലുള്ള മനോഹരമായ ഒരു ഇടനാഴിയിലൂടെ വേണം നമുക്ക് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് എത്തിച്ചേരാൻ. ഈ ഇടനാഴി വന്നു തീരുന്നത് ഇതുപോലുള്ള ഒരു മനോഹരമായ ഗുഹാമുഖത്തേക്കാണ്. സഞ്ചാരികളുടെ ഇഷ്ട ഫോട്ടോ സെക്ഷൻ കൂടിയാണ് ഈ ഒരു ഗുഹാമുഖം. ഇനി നാം എമിറേറ്റ്സ് ടവറിൻ്റെ ഉള്ളിലൂടെയാണ് വരുന്നതെങ്കിൽ ഇതുപോലുള്ള അറബിക് കാലിഗ്രാഫി കൊണ്ട് സുന്ദരമാക്കിയ ഒരു ഇടനാഴിയിലൂടെ വേണം നമുക്ക് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിനുള്ളിലേക്ക് എത്തിച്ചേരാൻ. ഈ രണ്ട് വഴികളും എത്തിച്ചേരുന്നത് 7 നിലകളുള്ള ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിൻ്റെ 2ാമത്തെ നിലയിലേക്കാണ്. ഫ്യൂച്ചർ മ്യൂസിയം കേവലം ഒരു നിർമ്മിതി എന്നതിലുപരി ശാസ്ത്രീകരണത്തിൻ്റെയും മാനവ വിഭവശേഷി വികസനത്തിൻ്റെയും പ്രതീകം കൂടിയാണ്. മ്യൂസിയത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഈ യന്ത്രശുനകൻ്റെ അഭ്യാസ പ്രകടനങ്ങൾ. പല പല അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ട് സന്ദർശകർക്ക് പിന്നാലെ കൂടിയിരിക്കുകയാണവൻ. തലക്ക് മുകളിലായി വട്ടമിട്ട് പറക്കുന്ന ഭീമാകാരനായ ഈയൊരു യന്ത്രപ്പറവയാണ് മറ്റൊരു കൗതുക കാഴ്ച. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള മനോഹരമായ ലിഫ്റ്റുകളാണ് നാം പിറകുഭാഗത്തായി കാണുന്നത്. മനോഹരമായ ഈ ഒരു ഗോവണിപ്പടികളിൽ നിന്നുള്ള കാഴ്ച അവിസ്മരണീയമായ ഒരു ദൃശ്യാനുഭവമാണ് നമ്മുടെ കണ്ണുകൾക്ക് സമ്മാനിക്കുന്നത്. പിന്നെ ഞങ്ങൾ പോയത് മ്യൂസിയത്തിനുള്ളിൽ തന്നെയുള്ള റോബോട്ടിക് ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. ഞങ്ങളെ കണ്ടതും പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ നാട്ടിൻപുറത്തെ ചായക്കടക്കാരൻ ചെയ്യുന്ന മാതിരി ഒന്ന് തലയാട്ടി കാണിച്ചു. റോബോട്ട് ചേട്ടൻ നല്ല തിരക്കിലാണ്. ചായയും ജ്യൂസുമൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. ഹലോ ചേട്ടാ, ഇവിടെ 2 ചായ. എൻ്റെ ഓർഡർ സ്വീകരിച്ചെന്ന മട്ടിൽ അദ്ദേഹം വീണ്ടും ഞങ്ങളെ നോക്കി തലയാട്ടി. അപ്പോഴാണ് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ഇവിടെ പണം സ്വീകരിക്കില്ല, പകരം ഡിജിറ്റൽ ക്യാഷ് മാത്രമേ സ്വീകരിക്കൂ എന്നുള്ളത്. സോറി, ഞാൻ മറന്നുപോയി. ഞങ്ങൾ വന്നിരിക്കുന്നത് ഭാവിയിലെ റോബോട്ടിക് ചേട്ടൻ്റെ കടയിലേക്കാണെന്നുള്ളത്. എന്നാൽ പിന്നെ ചായ വർത്തമാന കാലഘട്ടത്തിൽ നല്ല ചായ കിട്ടുന്ന തലാൽ റെസ്റ്റോറൻറ്റിൽ നിന്നാക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.